പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 13. പ്രധാന വാർത്തകൾ. 20 കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് മയക്കുമരുന്നുമായി ഒരാളെ റോയൽ ഒമാൻ പോലീസ് പിടികൂടി. ഇബ്ര സ്പെഷ്യൽ ടാസ്ക് പോലീസ് യൂണിറ്റിന്റെ സഹകരണത്തോടെ വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് ഏഷ്യൻ പൗരത്വമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. റമദാൻ മുന്നൊരുക്കം എന്ന ശീർഷകത്തിൽ ഒമാൻ SIC നാഷണൽ കമ്മിറ്റി സംഘടിപ്പിച്ച റമദാൻ മുന്നൊരുക്കം മതപ്രഭാഷണം സമാപിച്ചു. പ്രസിഡന്റ് അൻവർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ജലീൽ റഹ്മാനി വാണിയന്നൂർ പ്രഭാഷണം നടത്തി. നൗഫൽ അൻവരി പ്രാർത്ഥന നിർവഹിച്ചു. ജനറൽ കൺവീനർ അനസ് മൗലവി സ്വാഗതം പറഞ്ഞു. ചെയർമാൻ നൌഷാദ് കാക്കേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന പരിപാടി അൻവർ ഹാജി ഉദ്ഘാടനം ചെയ്തു. റമദാനിൽ മക്കയ്ക്കും മദീനയ്ക്കുമിടയിൽ അൽഹറമൈൻ ട്രെയിൻ യാത്രകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ട്രിപ്പുകളുടെ ആകെ എണ്ണം 2700 കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് 9% വർധനവാണിത്. തീർത്ഥാടകർക്ക് ഉംറ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ സേവനങ്ങളും നൽകുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കാൻ കമ്പനി സജ്ജമാണെന്നും സൗദി റെയിൽവേ അധികൃതർ പറഞ്ഞു. ഇരു ഹറമുകളിലെ പ്രാർത്ഥനാ സമയത്തിന് അനുസൃതമായി ട്രെയിൻ ഓപ്പറേറ്റിംഗ് ഷെഡ്യൂൾ ഒരുക്കും. സ്റ്റേഷനുകളിലെ സേവനദാതാക്കളുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും വ്യക്തമാക്കി. ഒരു മാസത്തോളമായി സലാലയിൽ നടന്നുവന്ന സൂപ്പർ ലീഗ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഫാസ് അക്കാദമി സലാല ജേതാക്കളായി. ഫൈനലിൽ വാരിയേഴ്സ് സലാലയെയാണ് പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ മികച്ച ബൗളറായി അറ്റ്ലസ് സലാലയുടെ റിഷാദും മികച്ച ബാറ്ററും മാൻ ഓഫ് ദി സീരീസുമായി ഫാസ് അക്കാദമിയുടെ നിസാമിനെയും തിരഞ്ഞെടുത്തു. S&J സലാല W8 ഷിപ്പിംഗ് കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് ഔക്കസ് സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത്. മസ്കത്ത് ഗവർണറേറ്റിലെ ബൗഷറിൽ വെയർഹൌസിന് തീപിടിച്ചു. ആർക്കും പരിക്കുകളൊന്നുമില്ല. മിസ്ഫ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുന്നതിന് മുമ്പായി തീ അണയ്ക്കുകയായിരുന്നു. വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. അപകടത്തിന്റെ കാരണം അറിവായിട്ടില്ല. മയക്കുമരുന്ന് കടത്തിയതിന് 4 പ്രവാസികളെ ദോഫാർ ഗവർണറേറ്റിൽ നിന്ന് റോയൽ ഒമാൻ പോലീസ് പിടികൂടി. 870 പാക്കറ്റ് ഘാട്ട് മയക്കുമരുന്നുമായി 4 അറബ് പ്രവാസികളെയാണ് അധികൃതർ അറസ്റ്റ് ചെയ്തത്. നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. മസ്കത്തിന്റെ മുഖം മിനുക്കാൻ പുതിയ പദ്ധതിയുമായി അധികൃതർ. 1.3 ശതകോടി US$ ചെലവഴിച്ച് അൽ ഖുവൈർ മസ്കത്ത് ടൗൺ ആൻഡ് വാട്ടർ ഫ്രണ്ട് ഡെവലപ്മെന്റ് പദ്ധതിയാണ് ഭവന നഗര ആസൂത്രണ മന്ത്രാലയം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സഹ ഹദീദ് ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത പദ്ധതി 3.3 ദശലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഒരുങ്ങുകയെന്ന് അധികൃതർ അറിയിച്ചു. താമസക്കാരുടെയും സന്ദർശകരുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന പദ്ധതി. മസ്കത്തിലെ ജനസംഖ്യ 2040 ഏകദേശം 1.5 മില്യണിൽ നിന്ന് 2.7 മില്യണായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദ്രുതഗതിയിലുള്ള വളർച്ച മുന്നിൽ കണ്ടാണ് സഹ ഹദീദ് ആർക്കിടെക്ട് രൂപകൽപ്പന നടത്തിയിട്ടുള്ളത്. മെറീന, ബീച്ചുകളും കായിക സൗകര്യങ്ങളുമുള്ള വാട്ടർ ഫ്രണ്ട്, കനാൽ നടപ്പാത, കൾച്ചറൽ ക്വാർട്ടർ, മിനിസ്ട്രി ക്യാമ്പസ് എന്നിങ്ങനെ 5 പ്രധാന മേഖലകൾ ഇതിൽ ഉണ്ടാകും. ലക്ഷറി റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ, ഹെൽത്ത് ആൻഡ് വെൽനസ് സൗകര്യങ്ങൾ, ഹോട്ടലുകൾ, റെസിഡൻഷ്യൽ സ്പേസുകൾ എന്നിവയും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. റമദാൻ മാസത്തിന്റെ ആദ്യ ദിനങ്ങളിൽ വാഹനമോടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് റോയൽ ഒമാൻ പോലീസ്. റമദാനിലെ ആദ്യ ദിവസങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കാറുണ്ട്. ഇക്കാരണത്താലാണ് ഡ്രൈവർമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പുണ്യമാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അപകടങ്ങളിൽ വലിയൊരു ശതമാനവും വാഹനമോടിക്കുന്നതിലെ ശ്രദ്ധക്കുറവും ക്ഷീണവും ഉറക്കക്കുറവുമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. റോഡിലുള്ള മറ്റൊരാൾക്ക് തെറ്റ് സംഭവിക്കാനും അപകടത്തിനും സാധ്യതയുണ്ടെന്ന് കരുതി എപ്പോഴും ഡിഫൻസീവ് ഡ്രൈവിംഗ് പിന്തുടരണമെന്ന് ROP ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇങ്ങനെ ഒരാൾക്ക് തന്നെ മറ്റുള്ളവരുടെയും ജീവൻ സംരക്ഷിക്കാൻ കഴിയും. യാത്രയിൽ ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ വാഹനം നിർത്തി മതിയായ വിശ്രമം എടുക്കണമെന്നും നിർദ്ദേശിച്ചു. പലരും വിശുദ്ധ മാസത്തിൽ രാത്രിയുടെ അന്ത്യയാമങ്ങൾ വരെ നീളുന്ന പ്രാർത്ഥനകളിൽ മുഴുകാറുണ്ട്. ഈ ഉറക്കക്കുറവ് വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധയിലേക്ക് നയിച്ചേക്കും. ഉറക്കക്കുറവും ഡ്യൂട്ടി സമയത്തിലെ മാറ്റവുമെല്ലാം നോമ്പെടുത്ത് വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ പകലിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷീണവും മറ്റും അനുഭവപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും
ROP ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു. അധികൃതർ നിരവധി തവണ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരൻ്റെ 150 റിയാലാണ് നഷ്ടപ്പെട്ടത്. IMO കോൾ വിളിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോട്ടോ പ്രൊഫൈലാക്കിയുള്ള അക്കൗണ്ടിൽ നിന്ന് വിളിച്ചാണ് ATM കാർഡ് നമ്പർ തന്ത്രപൂർവ്വം കൈക്കലാക്കി തട്ടിപ്പ് നടത്തിയത്. പോലീസിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് അറബിയിലും പിന്നീട് ഹിന്ദിയിലും സംസാരിച്ചു. വിശ്വാസ്യതയ്ക്കായി ആളുടെ പേരും ലേബർ കാർഡ് നമ്പറും മറ്റും പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. പോലീസിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ബാങ്ക് കാർഡിന്റെ നമ്പറുകൾ കാണിച്ചു കൊടുക്കാൻ പറയുകയായിരുന്നു. ഇത്തരം തട്ടിപ്പുകളെ പറ്റി നേരത്തെ അറിയാമായിരുന്നിട്ടും വിളിച്ചയാളുടെ സംസാര രീതിയും പോലീസിൽ നിന്നാണെന്നുള്ള വിശദീകരണത്താലും താൻ അകപ്പെട്ടു പോവുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായ മലയാളി പറഞ്ഞു. കാർഡ് വിവരങ്ങൾ വീഡിയോയിലൂടെ കാണിച്ചു കൊടുത്ത് നിമിഷങ്ങൾക്കുള്ളിൽ കയ്യിലുള്ള ക്യാഷ് നഷ്ടപ്പെട്ടു. മെസ്സേജ് വന്നപ്പോഴാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് വിളിക്കുന്ന അജ്ഞാതർക്ക് കാർഡ് വിവരങ്ങൾ കൈമാറരുതെന്ന് റോയൽ ഒമാൻ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സ്വദേശികൾക്കും വിദേശികൾക്കുമായി നൽകിയ നിർദ്ദേശങ്ങളിലാണ് ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങൾ, CVV കോഡ്, OTP എന്നിവ കൈമാറരുതെന്ന് ROP നിർദ്ദേശിച്ചിരിക്കുന്നത്. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, OTP തുടങ്ങിയവ ആവശ്യപ്പെടുന്ന ഫോൺ കോളുകളെയും മെസ്സേജുകളെയും കുറിച്ച് ജാഗ്രത തുടരണമെന്നാണ് ബാങ്കിംഗ് മേഖലയിലുള്ളവർ പറയുന്നത്. വിവരങ്ങൾ പങ്കുവെച്ചു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടുന്ന രീതിയാണ് വ്യാപകമായി നടക്കുന്നത്. റമദാൻ മാസത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6:30 മുതൽ 9:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെയും ശനിയാഴ്ച വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെയും ട്രക്കുകളുടെ ഗതാഗതം നിയന്ത്രിക്കാൻ തീരുമാനിച്ചു. മസ്കത്ത് ഗവർണറേറ്റിലെ പ്രധാന റോഡുകൾ, ദാഖിലിയ റോഡ്, ബാത്തിന ഹൈവേ എന്നീ പാതകളിലാണ് ട്രക്കുകളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ ചൊവ്വാഴ്ചയും മഴ ലഭിച്ചു. കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴ. ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് യങ്കൽ വിലായത്തിലാണ്. ചൊവ്വാഴ്ച ഉച്ച 1 മണിവരെ 22 മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചതെന്ന് കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പറയുന്നു. സുഹാറിൽ 12 മില്ലിമീറ്റർ, ഇബ്രിയിൽ 8 മില്ലിമീറ്റർ, മദ്ഹ ബുറൈമി 1 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. തുടർച്ചയായി പെയ്ത മഴയിൽ വിവിധ ഗവർണറേറ്റിലെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയിലെ റമദാൻ മാസത്തെ ഫ്ലെക്സിബിൾ രീതി അനുസരിച്ചുള്ള ജോലി സമയം ജീവനക്കാർക്ക് ഗുണകരമാകുന്നതോടൊപ്പം നിരത്തുകളിലെ തിരക്കൊഴിവാക്കുന്നതിനും സഹായകമാകും. ഫ്ലെക്സിബിൾ സംവിധാനം അനുസരിച്ച് സർക്കാർ മേഖലയിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ഔദ്യോഗിക പ്രവൃത്തി സമയം. എന്നാൽ യൂണിറ്റ് മേധാവികൾക്ക് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12, 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി, 9 മുതൽ ഉച്ചയ്ക്ക് 2 മണി, രാവിലെ 10 മുതൽ വൈകിട്ട് 3 എന്നിങ്ങനെയുള്ള തൊഴിൽ സമയക്രമം അനുസരിച്ച് തീരുമാനിക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചിരിക്കുന്നുണ്ട്. സാധാരണയായി വൈകിട്ടോടെ പ്രധാന റോഡുകളിൽ, പ്രത്യേകിച്ച് മസ്കത്ത് എക്സ്പ്രസ് വേയിലും റുസൈലിലെ സുൽത്താൻ കാബൂ സ്ട്രീറ്റിലും വാഹനങ്ങളുടെ നീണ്ട നിര കാണാറുണ്ട്. ജോലി കഴിഞ്ഞ ആളുകൾ വീട്ടിലേക്ക് മടങ്ങുന്ന സമയമായതിനാലാണ് ഇത്തരം കുരുക്കുകൾ പലപ്പോഴും അനുഭവപ്പെടുന്നത്. റമദാൻ മാസത്തിലും ആളുകൾ പെട്ടെന്ന് വീടണയാൻ ശ്രമിക്കുന്നവരായിരിക്കും. എന്നാൽ ഫ്ലെക്സിബിൾ ജോലി സമയം കാരണം ആളുകൾ ഘട്ടം ഘട്ടമായി ആയിരിക്കും ഓരോ ഓഫീസുകളിൽ നിന്നും ഇറങ്ങുക. ഇത് നിരത്തുകളിലെ കുരുക്ക് കുറയ്ക്കാനും അപകടങ്ങൾ ഒഴിവാക്കാനും സഹായകമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.